നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അഭിലാഷ്, കോഴിക്കോട് നേച്ചർ ലൈഫ് ഹോസ്പിറ്റലിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള നിതേഷ് എന്ന് പറഞ്ഞൊരു അങ്കിളാണ്. അപ്പോൾ അങ്കിളുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് നിതേഷ്. ഞാൻ കോഴിക്കോട് തന്നെയാണ് സ്വദേശം. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു മെഡിക്കൽ എക്യുപ്മെൻസിൻ്റെ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് അറിഞ്ഞത് എങ്ങനെയാണ്? ഞാൻ ഇത് അറിഞ്ഞത് യൂട്യൂബ് വഴിയാണ് അറിഞ്ഞത്. ഓക്കെ, ഇവിടെ വരാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എനിക്ക് അലർജി ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഭാഗമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലിൻ്റെ അടിക്ക് വേദന വന്നു. 2 കാലിൻ്റെ അടിക്കും വേദന വന്നു. പിന്നെ അതിൻ്റെ മരുന്ന് കഴിക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് തലേൻ്റെ ബാക്കിൽ ചെറിയ തരിപ്പ് വന്നു. പിന്നെ അതിൻ്റെ ആ മരുന്നും കൂടെ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ മരുന്നിൻ്റെ ഭാഗമായിട്ട് കുറേ അസുഖങ്ങൾ വീണ്ടും വന്നു. അൾസർ, അങ്ങനെയുള്ള ഉറക്കക്കുറവ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നു. എന്തൊക്കെ അസുഖങ്ങളായിരുന്നു വന്നത്? ഒന്നും ഉറക്കമില്ല, പിന്നെ അൾസർ വന്നു, പിന്നെ അലർജി കൂടി, അത്തരം കാര്യങ്ങളാണ് പിന്നെ വന്നത്. അപ്പോൾ ഈ മരുന്നുകളുടെ എണ്ണം കൂടിയത് കാരണമാണ് ഞാൻ പിന്നെ ഈ ഒരു നാച്ചുറോപ്പതി എന്നുള്ളതിലേക്ക് വരാനുണ്ടായ സാഹചര്യം. ഓക്കെ, ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? ഇവിടെ വന്നപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയായിരുന്നു ഉള്ളത് അസുഖങ്ങളായിട്ട്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടുന്ന് ഞാൻ കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ വന്നത്, കഴിഞ്ഞ ഡിസംബറിൽ. അപ്പോൾ അത് വന്ന് 2 ആഴ്ച ഞാനിവിടെ നിന്നു. ഈ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് എനിക്ക് വേദനയൊക്കെ കുറഞ്ഞു. അലർജിയുടെ മരുന്നുകൾ നിർത്തി, എല്ലാ മരുന്നുകളും നിർത്തിയിട്ടുണ്ട്. വീണ്ടും രണ്ടാമത് വരാനുണ്ടായ സാഹചര്യം വീണ്ടും വരാനുണ്ടായ സാഹചര്യം ഞാൻ പിന്നെ വർക്കിനൊക്കെ പോകാൻ തുടങ്ങിയത് കാരണം പിന്നെ ഫുഡിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്ന് സാഹചര്യങ്ങളൊക്കെ മാറി. അപ്പോൾ അത് കാരണം എനിക്ക് വീണ്ടും ഈ കഫക്കെട്ടും അലർജി എല്ലാം വന്നു. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇപ്പോൾ വീണ്ടും വരാനുണ്ടായ സാഹചര്യം. ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഇവിടെ ഉണ്ടായ ഒരു 5-ാമത്തെ ദിവസം മരുന്ന് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ശ്വാസം മുട്ട് മാറിയിട്ടുണ്ട്. ഇവിടെയുള്ള മറ്റു രോഗികളൊക്കെ ആയിട്ട് സംസാരിച്ചായിരുന്നോ? ഉണ്ട്. എന്തൊക്കെ അസുഖങ്ങളാണ് വേറെ ആൾക്കാരിൽ കണ്ടത്? ഇവിടെ പ്രഷറുണ്ട്, ഷുഗറുണ്ട് ഉണ്ട്, പിന്നെ അറ്റാക്കിൻ്റെ ഒരാളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കണ്ടിട്ടുണ്ട്. അവരൊക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഒരു ഫീലിംഗ് ആണുള്ളത്. നമ്മൾ മറ്റ് ഹോസ്പിറ്റലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നേച്ചർ ലൈഫ് എന്തുകൊണ്ടാണ് ഒരു വ്യത്യസ്തമായിട്ട് തോന്നാൻ കാരണം? നേച്ചർ ലൈഫിൽ ഈ അന്തരീക്ഷം തന്നെ വളരെ വ്യത്യസ്തമാണ്. കാരണം രാവിലെ നമ്മളിപ്പോൾ നോസ് വാഷ് ചെയ്യുന്നു, ഐ വാഷ് ചെയ്യുന്നു, ത്രോട്ട് വാഷ് ചെയ്യുന്നു, പിന്നെ അതിനുശേഷം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നു. അപ്പോൾ അത് ബാക്കിയുള്ള നമുക്കിപ്പോൾ ഇവിടെ അന്തരീക്ഷം ഒരു രോഗികളിൽ നിന്നുള്ള ഒരു അന്തരീക്ഷമല്ല ഉള്ളത്. നമ്മളൊരു വീട് മാതിരിയുള്ള നമ്മൾ ഫാമിലിമാരുള്ളൊരു അന്തരീക്ഷമാണ് ഉള്ളത്. പിന്നെ വൈകിട്ട് എല്ലാവരും കൂടി ഇരുന്നതായിട്ട് ഒരു രാത്രി കൂട്ടം എന്നുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് നല്ലൊരു കാര്യമാണ് എല്ലാം. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഈ എല്ലാ രോഗങ്ങൾക്കും പറ്റിയ ഒരു ഇതാണ് ഈ നാച്ചുറോപ്പതി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. നല്ലതാണ്, എല്ലാവരും ഇതിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.